ഇന്നത്തെ പരകായ പ്രവേശനം ടാസ്കിൽ ജിൻഡോയും പൊളിയാണ് അർജുനും പൊളിയാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താ കണ്ണ് കണ്ടൂടെ? നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞത്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ജാസ്മിനെയും അർജുനെയാണ്. നിങ്ങൾക്ക് മാത്രം ജിൻഡോയെ അർജുനെയാണോ ഇഷ്ടപ്പെട്ടത്? ഒത്തിരി കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഉർവശി മാം വന്നിട്ട് ജാസ്മിനെ രണ്ട് മേക്കപ്പിൻ്റെ കേസ് ഒന്ന് താങ്ങിയതുപോലെ എനിക്ക് തോന്നി. എന്താണ് ആ സംഭവം? മേക്കപ്പ് ലിപ്സ്റ്റിക്കിൻ്റെ കേസിലൊന്ന് പിടിച്ച് വെച്ചിട്ടുണ്ട് സംഭവം. പിന്നെ നോറ എന്നെ എന്തിനാണ് തിരിച്ചു കൊണ്ടുവന്നത്? ഇവിടെ സ്ത്രീ പ്രാതിനിധ്യം കുറവായതുകൊണ്ടാണോ എന്നെ തിരിച്ചു കൊണ്ട് വന്നത്? ആകെ മൊത്തം കൺഫ്യൂഷനിൽ നോറ ഇരിക്കുവാണ്. ഈ പറയുന്ന ഉർവശി മാമിൻ്റെ ഒരു എൻട്രി, പിന്നെ ഇന്നത്തെ ആൾമാറാട്ടം അല്ലെങ്കിൽ പരകായ പ്രവേശനം, അതായിരുന്നു ഇന്നത്തെ ടാസ്കിൻ്റെ മെയിൻ. അപ്പോൾ ഇന്നത്തെ ജൂൺ 6 ഡേ 88 ഇനി 10 ദിവസം കൂടെ ഉള്ളൂ. ഡേ 88 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് ഞാൻ വന്നിരിക്കുന്നത്, ബിഗ് ബോസ് സീസൺ 6. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മസ്റ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യണം. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന പോലെ ജാസ്മിൻ്റെ പെർഫോമൻസിനെ ഞാൻ എന്തുകൊണ്ട് വില കുറച്ച് കണ്ടു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ജാസ്മിൻ പെർഫോം ചെയ്തില്ല, ജിൻഡോയും അർജുനും മാത്രം സൂപ്പറായിട്ട് പെർഫോം ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും മെജോറിറ്റി ഒപ്പീനിയൻ എടുത്ത് എൻ്റെ ഒപ്പീനിയനായിട്ട് പറയാനല്ല ഇരിക്കുന്നത്. ഞാൻ ലൈവ് കണ്ടപ്പം എനിക്ക് അതിനകത്ത് തോന്നിയ ഞാൻ ജാസ്മിൻ ഒന്നും ചെയ്തില്ല അങ്ങനെയാണെന്നല്ല പറഞ്ഞത്. ഓരോരുത്തർക്കും ഓരോ ഇത് ഉണ്ടാവത്തില്ലേ. ഞാൻ റിവ്യൂ പറയുന്ന ആളാണ്, ഞാൻ ഒരാളുടെ കൂടെ ഞാൻ സ്റ്റാൻഡ് നിൽക്കത്തില്ല. പക്ഷേ അർജുൻ സൂപ്പറായിട്ട് നോറയുടെ ക്യാരക്ടർ ചെയ്തു. എനിക്ക് ജാസ്മിൻ ഒട്ടും ചെയ്തില്ല എന്നൊരു അഭിപ്രായമാണ്. ഞാൻ അതിനകത്ത് മികച്ച 2 പേരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസിനെ ഞാൻ മാനിക്കുന്നു. ഒത്തിരി പേരെന്നല്ല, ഒരു 98% പേഴ്സൺസും ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് ജാസ്മിനും അർജുനുമാണ് പൊളിയെന്നാണ്. ആയിരിക്കാം. എനിക്കതിനകത്ത് കണ്ടപ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ ജിൻഡോ കുറച്ച് മാനറിസംസ് കാണിച്ചു. അത് ഇന്നലെ യെസ്റ്റർഡേ നടന്നിട്ടുള്ള ആ ഇൻസിഡൻറ്റ് എടുത്തു വെച്ചിട്ടാണ് കാണിച്ചത്. അപ്പോൾ എനിക്കത് കുറച്ചും കൂടി ഓർമ്മയിൽ നിന്നൊരു സാധനമാണ് ഇന്നലെ നടന്ന സംഭവം. പക്ഷേ ഈ പറയുന്ന പോലെ ജാസ്മിൻ അതിനകത്ത് കാണിച്ചപ്പോൾ ലൂപ്പ് ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളടുത്ത് വ്യക്തമായിട്ട് രാവിലെ വീഡിയോയിൽ പറഞ്ഞാൽ ലൂപ്പ് വെച്ചിട്ട് സിജോയുടെ പ്ലാനിങ് അതിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയി. അതാണ് ഞാൻ പറഞ്ഞത്. ഒത്തിരി സംഭവങ്ങൾ എക്സ്പോസ് ചെയ്യിക്കാമായിരുന്നു, പക്ഷെ ആ സാധനത്തിലേക്ക് ഒതുങ്ങിപ്പോയി. പക്ഷെ ഈ പറഞ്ഞ പോലെ ജിൻഡോ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഞാൻ അവിടെ 2 പേരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എനിക്ക് ജിൻഡോയെ സപ്പോർട്ട് ചെയ്തിട്ടോ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടോ ഒന്നും കിട്ടാനില്ല. ഞാൻ 2 പേരുടെ ആരുമല്ല. ഇപ്പം ഇത്രയും നാൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ജാസ്മിൻ്റെ PR ഇപ്പം അഭിപ്രായം മാറിയോ? ഇതാണ് അവസ്ഥ. ഇപ്പം ജിൻഡോയുടെ PR ആക്കി വെച്ചിരിക്കുകയാണ്. ഒരു വകം ഉണ്ടാൻ വയ്യ. എനിക്ക് എൻ്റേതായിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ട്. മെജോറിറ്റി അവിടെ കിടന്ന് അലച്ചു കഴിഞ്ഞാലും ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറഞ്ഞത്. എൻ്റെ കണ്ണിൽ, നമ്മുടെയൊക്കെ കണ്ണിൽ പലർക്കും പലതല്ലേ ശരി. എനിക്ക് കണ്ടപ്പോൾ ഇത്തിരി കൂടെ നല്ലൊരു പെർഫോമൻസ് 3 ജഡ്ജസിനെ എടുത്തത് എന്തിനാ ഒരു പെർഫോമൻസ് വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്? 3 പേർക്കും 3 ഒപ്പീനിയൻസ് ആയിരിക്കത്തില്ലേ അല്ലേ? അപ്പോൾ അതുപോലെ എനിക്ക് അങ്ങനെയാണ് തോന്നി. അങ്ങനെ മാത്രം കണക്കാക്കുക, അല്ലാതെ ഞാൻ ഒരാളെ ഇടിച്ച് താഴ്ത്തിയല്ല. എല്ലാവരും സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ഞാൻ എടുത്ത് ഓരോരുത്തരും ചെയ്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് ഞാൻ പറയാൻ പോയി. അതാണ് പ്രശ്നമായത്. എനിക്കിത് 2 പേരുടെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയുമ്പോൾ ഞാനത് പറയേണ്ട കാര്യമില്ലായിരുന്നു. ഞാനത് പറയണ്ടായിരുന്നു. ഞാൻ അർജുൻ കൊള്ളാം, ജാസ്മിൻ കൊള്ളാം, ജിൻഡോ കൊള്ളാം, അങ്ങനെ മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ എൻ്റെ ഒപ്പീനിയൻ നിങ്ങൾ കേൾക്കണമെങ്കിൽ ഞാൻ പറയുന്നില്ല, നിർത്തി. അപ്പോൾ പിന്നെ ഈ പറയുന്ന പോലെ ഉർവശി മാമിൻ്റെ ആ ഒരു ഉള്ളൊഴുക്ക് മൂവിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നിരുന്നു. സൂപ്പറായിട്ട് വീട്ടുകാരത്തൊക്കെ സംസാരിച്ചു. അതിനുശേഷം ജാസ്മിൻ്റെ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് ഒരു കമൻറ്റ് ചെയ്യുന്നുണ്ട്. ആ കമൻറ്റിൽ ഉർവശി മാം പറയുന്നത്, ഈ ഒരു ചുണ്ടൊക്കെ ഇങ്ങനെ ചെയ്ത് നടന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഒറിജിനാലിറ്റി കറക്റ്റായിട്ട് ഇങ്ങനെ പറയുന്നില്ല, നമ്മുടെയൊക്കെ ഒറിജിനാലിറ്റി പറയുന്ന പോലെ പലരും നമ്മളെന്തോ ഒരു ഹിഡൻ ആയിട്ട് പലതും ഇതിൻ്റെ പിറകിൽ നിൽക്കുന്ന പോലെ തോന്നും എന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു ഹിൻഡ് ജാസ്മിൻ ഒരു പക്ഷേ കൊടുത്തതായിരിക്കാം. ജാസ്മിനെ ഒത്തിരി കാര്യങ്ങളുണ്ട്, അതെനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. ആ ഒരു സംഭവത്തിൽ നിന്നും എനിക്ക് എന്തോ ഒരു ഹിൻഡ് ജാസ്മിൻ, വളരെ നല്ല കാര്യമാണ്. ഈ പറഞ്ഞ പോലെ ജാസ്മിൻ അതൊരു ഹെൽപ്പ് ആകുമെങ്കിൽ. പക്ഷേ ഈ പറഞ്ഞ ലിപ്സ്റ്റിക്കിൻ്റെ കേസിൽ അത് കമൻറ്റ് ചെയ്തു. അതായത് ചുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ മോളോട് പറയുന്നതാണ് നാച്ചുറലായിട്ട് നടക്കാൻ വേണ്ടി. അപ്പോൾ അതുപോലെ ഒരു നാച്ചുറാലിറ്റി നമ്മൾ കാണിക്കണം എന്നുള്ള ഒരു ലെവലിൽ ഉർവശി മാം കമൻറ്റ് ചെയ്തതുപോലെ എനിക്ക് തോന്നി. അതും ഇനി ഞാൻ സ്ട്രാറ്റജി ആക്കി അവൾക്കതിൽ തിരിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കുറേ അന്തങ്ങൾ വരും. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല, അതിനകത്ത് കണ്ട സംഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ആ ഒരു സംഭവം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയണമെന്ന്. പിന്നീട് ഇന്ന് നടക്കുന്ന ഒരു പ്രധാന സംഭവമാണ് നോറ വന്നിട്ട് രാത്രി ഇരുന്ന് പറയുന്നുണ്ട്, ബിഗ് ബോസ് എന്നെ തിരിച്ച് കയറ്റി വിട്ടത് സ്ത്രീ പ്രാതിനിധ്യം കുറവായത് കൊണ്ടാണോ എന്നെ തിരിച്ച് കയറ്റി വിട്ടത്? എനിക്ക് ആ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. ആ ഒരു കാര്യത്തിലാണോ അതോ എനിക്ക് വോട്ടുണ്ടോ എന്നുള്ള ഒരു ലെവലിലാണ് ചോദിക്കുന്നത്. ഈ പറയുന്ന പോലെ കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടായിരുന്നു. നോറ മഞ്ഞപ്പൂ എടുത്തത് കൊണ്ടാണ് മഞ്ഞപ്പെട്ടി തുറന്നപ്പോഴത്തേക്കും നോറ എവിക്റ്റ് ആയത്.
മഞ്ഞപ്പൂ നോറ എടുത്തു. ഓൾറെഡി മഞ്ഞപ്പെട്ടിക്കകത്ത് ചുമന്ന സാധനം തന്നെ, മറ്റേ ചുമന്ന ബാനർ ഇരുന്നത് കൊണ്ടാണ് നോറ തന്നെ എവിക്റ്റ് ആയത്. വേറെ ആരെങ്കിലും ആണ്, ഇപ്പോൾ ശ്രീതു ആണ് മഞ്ഞ പൂ എടുത്തിരുന്നെന്നുണ്ടെങ്കിൽ ശ്രീതു എവിക്റ്റ് ആയേനെ എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഈ കമൻസ് കാണുമ്പം ഇത് ഇറങ്ങിയിട്ടില്ല. ഈ സംഭവം അവിടെ നടന്നപ്പോൾ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻറ്റുകളിൽ അവിടെ പുറത്തിറങ്ങിയ കണ്ടസ്റ്റൻറ്റ് ഇപ്പോൾ സായി മാത്രമേ ഉള്ളൂ. ഈ എവിക്ഷൻ നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻറ്റുകളിൽ പുറത്തിറങ്ങിയ സായി മാത്രമേ ഉള്ളൂ. ലാലേട്ടൻ അവരോട് ആ പൂക്കളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അവിടെ 2 ചാൻസസ് ആണുള്ളത്. ഒന്നുകിൽ ആ പൂക്കൾ അവിടെ വെച്ച് ആ പൂക്കളുടെ ആ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് മഞ്ഞപ്പൂ, എന്തുകൊണ്ടാണ് ചുവപ്പ് കൊടുത്തത്, എന്തുകൊണ്ടാണ് വെള്ളപ്പൂ കൊടുത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോദിക്കുന്ന ടൈം കൊണ്ട് മേക്കേഴ്സിന് നോറയുടെ ഇതിനകത്ത് കൊണ്ടുവന്ന് റെഡ് വയ്ക്കാം. മനസ്സിലായില്ലേ? കാരണം ബ്ലൈൻഡ്സ് ഇട്ടിരിക്കുകയാണ്. നോറ എടുത്ത മഞ്ഞപ്പൂവാണെന്ന് ലാലേട്ടൻ പറയുമ്പോഴത്തേക്കും വ്യക്തമായിട്ട് മേക്കേഴ്സിന് അറിയാൻ പറ്റും. ഇപ്പോൾ ക്രൂവിൻ്റെ അടുത്ത് വേഗം മഞ്ഞപ്പെട്ടിയിൽ അതുകൊണ്ട് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേഗം കൊണ്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അതല്ല, ഇത് ലാലേട്ടൻ്റെ ആ ഷോട്ട് കഴിഞ്ഞിട്ട് പിന്നെ എത്ര ടൈം കഴിഞ്ഞാണ് ബ്ലൈൻഡ്സ് തുറക്കുന്നതെന്നും ഇവരെപ്പോഴാണ് അതിൻ്റെ മുന്നിൽ പോകുന്നത് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. കാരണം ഇറ്റ്സ് നോട്ട് ലൈവ്, അത് ലൈവല്ല, ഷെഡ്യൂൾഡ് എപ്പിസോഡാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സായി മാത്രമാണ് ഇപ്പോൾ പുറത്തുള്ളത്. അപ്പോൾ സായി ആയിട്ട് എപ്പോഴെങ്കിലും ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അറിയാനായിട്ട് പറ്റും. മനസ്സിലായില്ലേ? അപ്പം ആ ഒരു സംഭവം എനിക്ക് അങ്ങനെ ഒന്ന് ക്ലിയർ ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പം വേറെ ഒന്നും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസൺ എങ്ങോട്ടാണ് പോണേന്ന് ഒരു പിടിയും കിട്ടില്ല. രാത്രി ഒരു സ്പോൺസർ ടാസ്ക് ഉണ്ടായിരുന്നു, രാവിലെ ഈ പറഞ്ഞതുപോലെ ആൾമാറാട്ടം ടാസ്ക്, സൂപ്പറായിട്ട് പോയി. എല്ലാവരും സൂപ്പറായിട്ട്. ആ ജയിൽ നോമിനേഷൻ്റെ സംഭവമൊക്കെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തു. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു. അവിടെയാണ് എനിക്ക് കുറച്ചും കൂടി ജിൻഡോ ഒന്ന് മാനറിസം ജാസ്മിനെ കാണിച്ച പോലെ തോന്നുന്നു. ജാസ്മിൻ നിൽക്കുന്ന കണക്ക് ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്തിട്ട് ഞാൻ പറയണോ വേണ്ടേ? എന്ത് മുടിയൊക്കെ ഇങ്ങനെ ആക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, എന്നിട്ട് ആ നടന്നു പോയി ഇരിക്കുന്ന അതാണ് ഞാൻ പറഞ്ഞത്. കുറേ മാനറിസംസ് കറക്റ്റ് ആവണം. ജിൻഡോ പോയിട്ട് ഈ നോമിനേഷൻ കഴിഞ്ഞിട്ട്, ഈ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിട്ട് നേരെ ജാസ്മിൻ നടക്കുന്ന പോലെ നടന്നു പോയൊരു ഇരുത്തമുണ്ട്. എനിക്ക് എൻ്റെ കണ്ണിൽ ആ സാധനങ്ങളൊക്കെ ഉടക്കി. ഇപ്പം ജാസ്മിൻ ചെയ്ത ഉടക്കിയില്ല എന്നല്ല, എനിക്ക് കുറേ കൂടി ഒരു ഇതായിട്ട് മാനറിസം പോലെ ചെയ്തു. എനിക്ക് എല്ലാവരും പറയുന്ന പോലെ പറയാൻ എനിക്കറിയില്ല. എനിക്ക് എൻ്റെ കാര്യം പറയാനേ അറിയത്തുള്ളൂ. മനസ്സിലായോ? മാത്രമല്ല, ഈ പറയുന്ന പോലെ ഒത്തിരി ആൾക്കാർ പല പല കാര്യങ്ങളും പറയുന്നുണ്ട്. പല പല വീഡിയോസ് ഇട്ടിട്ട് അവർ വന്നു ഇവർ വന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിടുന്നുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നത് എന്താ, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അറിയുവാണെങ്കിൽ ഞാൻ ഇടാം. എനിക്ക് ചിലപ്പോഴൊക്കെ നേരത്തെ ഇൻഫർമേഷൻസ് കിട്ടാറുണ്ട്. അപ്പം എനിക്ക് കിട്ടി, ഇത് കറക്റ്റാണ് എന്ന് പറഞ്ഞ് ഞാൻ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ബാക്കിയുള്ളവരെ കണ്ടിടാം. അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് എപ്പോഴാണ് വിവരങ്ങൾ കിട്ടുന്നത് അപ്പോഴും നമ്മൾ ഷെയർ ചെയ്യും. ആ ഒരു കാര്യം. അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്. വേറെ കാര്യങ്ങളൊന്നും എപ്പിസോഡൊക്കെ ശോകമൂക അവസ്ഥയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആകെ 2 ലൈവ് അപ്ഡേറ്റ് ആണെന്ന് ഞാൻ ഇട്ടത്. 2 കാരണം അതിന് മാത്രം ഉള്ളതേ ഉള്ളൂ. അതിനും പുറമേ ആയിട്ടുള്ളൊരു കണ്ടൻറ്റ്, അതൊക്കെ മേലെ ഒരു കണ്ടൻറ്റ് ഇതുവരേക്കും വന്നിട്ടില്ല. ഭയങ്കര ശോകമുഖ അവസ്ഥയാണ് ലൈവ്. നാളത്തെ വിശേഷങ്ങൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ അങ്ങനെയെങ്കിലും ഒരു വീഡിയോ ഇടായിരുന്നു. നാളത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ ഒരു പിടിയും എനിക്ക് കിട്ടിയിട്ടില്ല. എന്താണെന്നുള്ളത് നമുക്ക് പ്രൊമോ കണ്ട് തന്നെ അറിയാം. അതിനു മുമ്പ് എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് നോക്കാം. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം, പ്രൊമോയുടെ റിവ്യൂ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.